गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। പ്രിയപ്പെട്ട ഇസ്മയിൽ കുടുംബാംഗങ്ങളെ, പഠിതാക്കളെ, ഇസ്മയിലിന്റെ ഈ പഠന സന്ദർഭത്തിലേക്ക് ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ വന്നതായിട്ട് ഓർക്കുന്നത്. ഇപ്പോ പ്രിയ ധന്യ ബൻസാലാണ് എന്നെ ക്ഷണിച്ചത്. ധന്യയോട് പ്രത്യേകം സ്നേഹം. അതുപോലെ ഇസ്മായിൽ ഗ്രൂപ്പിന്റെ അധ്യക്ഷനായ ശാരദാനന്ദ സ്വാമിജിക്കും നമസ്കാരം. ശ്രോതാക്കളായി ഇവിടെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് എന്ത് വിഷയം എടുക്കണം എന്ന് ചോദിച്ചപ്പോ ഞാൻ അത് ഏകലോകം എന്ന ഒരു വലിയ കാഴ്ചപ്പാടിന് നാരായണ ഗുരുദേവന്റെ ദർശനത്തിൽ നിന്ന് നടരാജ ഗുരു വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നടരാജ ഗുരു ആണ് നാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ. ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നടരാജ ഗുരു ഊട്ടിയില് കുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഒരു ഗുരുകുലം ആരംഭിച്ചു. 1923 എന്ന് പറഞ്ഞാൽ 100 വർഷം കഴിഞ്ഞു. ഗുരുകുലത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു. ആ 100 വർഷങ്ങൾ കൊണ്ട് ഗുരുകുലം നടരാജ ഗുരുവിലൂടെ, ഗുരു നിത്യചൈതന്യതിയിലൂടെ, ഗുരു മുനി നാരായണ പ്രസാദ് സ്വാമിജിയിലൂടെ ഗുരുപരമ്പരയുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായി. ഈ 3 ഗുരുക്കന്മാരും, ഗുരുദേവന് ശേഷം വന്ന ഈ 3 ഗുരുക്കന്മാരും ഒരു പരമ്പരയാണ്. ഭഗവത്ഗീതയില് പറയുമല്ലോ, ഭഗവാൻ അർജുനോട് പറയും, ഏവം പരമ്പരാ പ്രാപ്തം. ഈ അറിവ് പരമ്പരയിലൂടെ പ്രാപ്തമാകുന്നതാണ് എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലൊരു നിഗൂഢതയുണ്ട്. എപ്പോഴും നിഗൂഢത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തെളിമയോടുകൂടി വിശദീകരിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത ചില വശങ്ങള് അധ്യാത്മജ്ഞാനത്തിനുണ്ട്. അതിന് കാരണം നമ്മൾക്ക് പരിചിതമായ അറിവ് എന്ന് പറയുന്നത് ലൗകികമായ അറിവാണ്, ലോകസംബന്ധമായിട്ടുള്ള അറിവാണ് നമുക്കുള്ളത്. ആ ലോകസംബന്ധമായിട്ടുള്ള അറിവും ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അധ്യാത്മമായ ചില മൂല്യങ്ങളെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എത്ര പറഞ്ഞാലും നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഈ ഭൗതിക ഭാഷയിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. ദീർഘകാലം ഒരു ഗുരുവുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെയാണ് അധ്യാത്മജ്ഞാനം നമുക്ക് കരഗതമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഈ പരമ്പരയിലൂടെയാണ് ഇത് പറഞ്ഞു പോന്നിട്ടുള്ളത്. നാരായണ ഗുരുദേവനും ഗുരുവിന്റെ ഒരു പരമ്പര തന്നെ ഉണ്ടായി വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ധർമ്മസംഘം സ്ഥാപിച്ചത്. ആ ധർമ്മസംഘം സ്ഥാപിച്ചു. സന്യാസിമാരാലാണ് അത് നടത്തപ്പെട്ടു പോന്നത്. അത് ദീർഘകാലം അങ്ങനെ ഗുരുപരമ്പരയായിട്ട് തന്നെയാണ് വന്നത്. എങ്കിലും പിന്നീട് അത്
ഒരു ഇലക്ഷന്റെ സ്വഭാവത്തിലേക്ക് വന്നു. ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് ഒരു ഭരണസമിതിയായിട്ട് വന്നത്. അപ്പൊ ആ ഗുരുപരമ്പരയുടെ പ്രത്യേകതയിൽ വരുന്ന ഒന്നാണ് ശിഷ്യന്മാര് ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിന്റെ സവിധത്തിലിരുന്ന് ഗുരു പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി 100% ജീവിതത്തിൽ അത് പകർത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയാണ് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ വളർന്നു വരുന്നത്. നടരാജ ഗുരു അങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ ഗുരു ഉള്ളപ്പോൾ തന്നെ, ഗുരുദേവൻ ഉള്ളപ്പോൾ തന്നെ ഉള്ളിൽ അറിഞ്ഞിട്ട് ഒരു ഗുരുകുലം ആരംഭിച്ച് ആ ഗുരുകുലം പിന്നീട് വളർന്ന് വികസിച്ചു. കൂനൂരിൽ നിന്ന് ഗുരുകുലം ഊട്ടിയിലെ ഫേൺഹില്ലിലേക്ക് പറിച്ചു നട്ടു. വർക്കല ശ്രീനിവാസപുരത്ത് ഒരു ഗുരുകുലം ഉണ്ടായി. അതാണ് ഇപ്പോ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടിരിക്കുന്നത് ഗുരുകുലത്തിന്റെ. പക്ഷെ നടരാജ ഗുരു 1928 ഗുരുദേവന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ വിദേശത്തേക്ക് കൂടുതൽ പഠിക്കുവാനും ഗുരുദർശനം പ്രസരിപ്പിക്കുവാനും അങ്ങോട്ട് യാത്രയായി. ആ വർഷം തന്നെ മഹാഗുരു മഹാസമാധി പ്രാപിച്ചു. എങ്കിലും അന്നത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായിരുന്നു. മഹാഗുരുവിന്റെ മഹാസമാധി ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു കമ്പി തന്നെ അവിടെ കിട്ടുന്നത്. പിന്നെ ഗുരു നിയോഗിച്ച ഒരു ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് നടരാജ ഗുരു അവിടെ തന്നെ തങ്ങി. 5 വർഷത്തിലധികം അവിടെ ആയിരുന്നു. അങ്ങനെ നടരാജ ഗുരു ഫ്രഞ്ച് ഭാഷയില് ഗുരുദേവന്റെ വിദ്യാഭ്യാസ ദർശനം ലോകത്തിന് ഉപകരിക്കുന്ന വിധത്തില് നല്ല ഒരു പഠനം തയ്യാറാക്കിയിട്ട് അതിന് സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ബിരുദം കരസ്ഥമാക്കി. ഒരു സന്യാസിക്ക് PhD ബിരുദം എന്നൊക്കെ പറയുന്നത് എന്തിനാ എന്ന് ചോദിക്കാം. പക്ഷേ ആ നാട്ടില് ഏത് കാര്യവും പറയണമെങ്കിലും ആധികാരികമായിട്ട് ഒരാൾക്ക് ഒരു ബിരുദം ഉണ്ടായിരിക്കണം. അങ്ങനെ അവിടെ ഡോക്ടർ നടരാജനായത്. നടരാജ ഗുരു ഡോക്ടർ നടരാജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എല്ലാവർക്കും നടരാജൻ എന്ന് വിളിക്കാൻ പ്രയാസമായതുകൊണ്ട് ഗുരുവിന്റെ സ്റ്റുഡൻസ് ഒക്കെ, നടരാജ ഗുരുവിന്റെ സ്റ്റുഡൻസ് നാട്ടി എന്ന് വിളിച്ചിരുന്നത്. നാട്ടി എന്ന ഷോർട്ട് ഫോമിലാണ്. അങ്ങനെ നടരാജ ഗുരു ദീർഘകാലം ഫ്രാൻസിൽ ആയിരുന്നു. ഫ്രാൻസിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ബെൽജിയം. ആ ബെൽജിയത്തില് ഒരു ഗുരുകുലം ഉണ്ടാക്കി. അവിടെ എഡ്വാർഡ് എന്ന് പറയുന്ന ഗവാർട്ടിന്റെ ഒരു ഫാമിലി ഉണ്ട്. ആ ഗവാർട്ട് ഫാമിലിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നാരായണ ഗുരുവിന്റെ ആ ദർശനം, ജീവിത വീക്ഷണം, ലോകവീക്ഷണം ഒക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് അവര് തൊട്ടടുത്ത് തന്നെ ഖണ്ഡ് എന്ന സ്ഥലത്തൊരു ഗുരുകുലം ഉണ്ടാക്കി. നാരായണ ഗുരുകുല, അതായത് വേൾഡ് ഗുരുകുല കമ്മ്യൂൺ എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഒരു ഗുരുകുലം ഉണ്ടാക്കിയത്. അപ്പോ ഒന്ന് ആലോചിക്കണം, നമ്മള് കേരളത്തിൽ ഉണ്ടായിരുന്ന ഗുരുവിന്റെ തത്വദർശനം പഠിക്കാനായിട്ട് പാശ്ചാത്യ നാടുകളിലെ ആളുകൾക്ക് താല്പര്യം ഉണ്ടായി. എഡ്വാർഡ് ഗവാർട്ട് എന്ന് പറയുന്ന ബെൽജിയം ഫാമിലിയും അവിടെയുള്ള ആളുകളും കൂട്ടാളികളും ഒക്കെ കൂടിയിട്ട് നടരാജ ഗുരു പറയുന്ന ഈ തത്വദർശനം കേട്ടിട്ട് ആകൃഷ്ടരായിട്ട് അങ്ങനെ അതിലേക്ക് വന്നു. അവരവിടെ ഗുരുകുലം ഉണ്ടാക്കി. നടരാജ ഗുരു അവിടെ നിന്ന് PhD ഒക്കെ എടുത്തെങ്കിലും പിന്നീട് ലോകയാത്രകൾ ചെയ്യാൻ ആരംഭിച്ചു. നടരാജ ഗുരുവിനെ നമ്മൾക്ക് അറിയേണ്ടതാണ്, നല്ലവണ്ണം പഠിക്കേണ്ടതാണ്. ഡോക്ടർ പൽപുവിന്റെ മകനാണ് നടരാജ ഗുരു. പക്ഷെ സന്യാസിയായി അദ്ദേഹം. ഡോക്ടർ പൽപു SNDPയുടെ സ്ഥാപക നേതാവ് കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഒരു സന്യാസിയായി. ഗുരുദേവന്റെ പാദാന്തികത്തിലിരുന്ന് ഗുരുദേവനെ ശ്രവിക്കുന്നതിലായിരുന്നു ആ മകന് താല്പര്യം. അന്നത്തെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ പിറന്ന് നല്ല ആധുനിക വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച നടരാജ ഗുരു ആത്യന്തികമായി അതിനേക്കാൾ മൂല്യം കൽപ്പിച്ചത് ഒരു ഗുരുവിന്റെ സവിധത്തിലിരുന്ന്
ആ ഗുരു പറയുന്നത് കേട്ട് അത് ജീവിതത്തിൽ പകർത്തി ലോകത്തിന് നന്മ വരണം എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് ഒരു ഒരു പരിവ്രാജകനായിട്ട് അദ്ദേഹം ലോകത്തേക്ക് ഇറങ്ങണം. അങ്ങനെ നാരായണ ഗുരുദേവനെ പഠിച്ച് വന്നപ്പോ ലോകത്ത് ഈ ലോകം ഒന്നായി തീരണമെന്ന് ആഗ്രഹിച്ച് അതിന് ഒരു ദർശനം ചമച്ച ഗുരുവിന്റെ ആ ദർശനത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സാങ്കേതിക ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിനെ എഴുതി കൂടുതൽ വിദ്യാർത്ഥികൾക്കും അക്കാഡമിഷ്യന്മാർക്കും തത്വചിന്തകന്മാർക്കും ശാസ്ത്രബുദ്ധിയുള്ളവർക്കൊക്കെ ഗ്രഹിക്കാവുന്ന വിധത്തില് അത് എഴുതി. അങ്ങനെ എഴുതിയ ഗ്രന്ഥങ്ങൾ നിരവധിയാണ്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യമായിട്ട് നാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയത് നടരാജ ഗുരുവാണ്. ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പാശ്ചാത്യ നാട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്ന സൂഫി ക്വാർട്ടർലി മാഗസിൻ എന്ന ഒരു മാഗസിനിലാണ് ഗുരുദേവന്റെ ഇംഗ്ലീഷിലുള്ള ഈ ജീവചരിത്രവും തത്വദർശനവും ഒക്കെ ഖണ്ഡശിയായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അത് വായിക്കാനിടയായിട്ടുള്ള പല ആളുകളും അന്നത്തെ മഹാസാഹിത്യകാരനായിട്ടുള്ള റൊമൈൻ റോളാൻഡ്, അദ്ദേഹം ഗുരുദേവന്റെ ദർശനത്തിൽ ആകൃഷ്ടനായി വളരെയധികം. ഫ്രഞ്ചിലെ ഏറ്റവും നൊബേൽ പ്രൈസ് കിട്ടിയ എഴുത്തുകാരനാണ് റൊമൈൻ റോളാൻഡ്. അദ്ദേഹം ആ ഗുരുവിന്റെ തത്വചിന്തയിൽ ആകൃഷ്ടനായിട്ട് നടരാജ ഗുരുവിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ മഹാത്മാവിന്റെ ജീവിത ദർശനം എത്രയും പെട്ടെന്ന് പൂർണ്ണതയോടുകൂടി എഴുതി കിട്ടാനായിട്ട് കാത്തുകത്തിരിക്കുകയാണ് ഞാൻ എന്ന് അദ്ദേഹം ഈ റൊമൈൻ റോളൻ എന്ന എഴുത്തുകാരൻ നടരാജുവിന് കത്തെഴുതിയിട്ടുണ്ട്. നടരാജ ഗുരു പിന്നീട് ഈ റൊമൈൻ റോളങ്ങിനെ പോയി കാണുന്നൊക്കെ ഉണ്ട്, നേരിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് അദ്ദേഹത്തിനോട്. ഭാരതത്തിലെ ഒരു വേറൊരു ഋഷിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനെയൊക്കെ അതിനു മുമ്പേ തന്നെ റൊമൈൻ റോളങ്ങിന് പരിചിതമായിരുന്നു, അവരുടെ തത്വചിന്തയും ദർശനമൊക്കെ. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരിന്റെ ജീവചരിത്രം എഴുതാൻ നിയുക്തനായ റൊമൈൻ റോളൻ ഗുരുദേവനെ കുറിച്ച് ഒരു വലിയ ഖണ്ഡിക, ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. അതിൽ ഗുരുവിനെ മഹനീയമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹം ജ്ഞാനിയായ ഒരു കർമ്മയോഗി എന്നാണ് ഗുരുദേവനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ജ്ഞാനിയാണ്, അതോടൊപ്പം തന്നെ കർമ്മമണ്ഡലത്തിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു. എന്തായിരുന്നു ഗുരുവിന്റെ കർമ്മമണ്ഡലം? മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി ഭേദചിന്തകൾ അകറ്റിയിട്ട് മനുഷ്യന്റെ ഏകത കൊണ്ടുവരാനായിരുന്നു, ലോകത്തിന്റെ ഏകതയെ സ്ഥാപിക്കാനായിരുന്നു ഗുരുദേവന് ശ്രമിച്ചത്. അത് റൊമൈൻ റോളങ്ങിന് മനസ്സിലായി. കാരണം മനുഷ്യർക്കിടയിൽ പണ്ടുകാലം മുതൽ നിലനിന്നിരുന്ന വിവേചനങ്ങൾ, അതിൽ ആദ്യകാലത്തറിയാൻ നമുക്ക് വംശീയ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു, അടിമത്തം ഉണ്ടായിരുന്നു. പാശ്ചാത്യ നാട്ടിലൊക്കെ അടിമത്തം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു അർബുദം എന്ന സാമൂഹിക ബോധത്തിൽ വന്ന ഒരു അർബുദമാണ് ജാതി വിവേചനം എന്ന് പറയുന്നത്. ആ ജാതി വിവേചനത്തിനെതിരെ എന്നതിനേക്കാൾ കൂടുതൽ ആ ജാതി വിവേചനം അസ്ഥാനത്താണെന്നും അത് മനുഷ്യൻ തീർത്ത ചില സാങ്കല്പിക വൈകല്യങ്ങളാണെന്നും ഒക്കെ ഗുരു തിരിച്ചറിഞ്ഞിട്ട് അതിനെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ജാതിയില്ല, ജാതി എന്ന് പറയുന്നത് ദൈവസൃഷ്ടമല്ല, അത് ദൈവസൃഷ്ടമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അസംബന്ധമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതിൽ. ഇതില് ഗുരു അടിസ്ഥാനപരമായിട്ട് മാനവികതയുടെ ഏകതയെ സ്ഥാപിക്കാനായിട്ട് നിരവധി കൃതികളും വചനങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആത്മോപദേശ ശതകം പഠിക്കും തോറും അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഇത് നടരാജ ഗുരു മനസ്സിലാക്കിയിട്ടാണ് നടരാജ ഗുരു ഈ വൺ വേൾഡ് എന്ന് പറയുന്ന ഏകലോകം എന്ന ഒരു വലിയ സങ്കല്പം, ഈ രാഷ്ട്രങ്ങളെല്ലാം മനുഷ്യനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു, ഭാഷകൾ മനുഷ്യനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു,
മതങ്ങൾ മനുഷ്യനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ദേശീയതകൾ മനുഷ്യനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ വർണ്ണം, കളറുകൾ മനുഷ്യനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ മാനവരാശി വിഭജിക്കപ്പെടാനുള്ള ടെൻഡൻസികളാണ് ഈ ലോകത്ത് കൂടുതൽ കാണുന്നത്, ഒന്നിക്കാനുള്ളതല്ല. അപ്പൊ ബോധമുള്ള, അറിവുള്ള, എൻലൈറ്റൻഡ് ആയിട്ടുള്ള മഹാത്മാക്കൾ മനുഷ്യ ജീവിതത്തിൽ ഇടപെട്ടാൽ മാത്രമാണ് മനുഷ്യന്റെ ബോധത്തെ ഏകീകരിക്കാനും സംസ്കരിക്കുവാനും ഒന്നിപ്പിക്കാനും കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ നടരാജ ഗുരുദേവന്റെ ദർശനത്തെ ലോകത്തിന് ഉതകുന്ന വിധത്തില് ഒരു വൺ വേൾഡ് ഫിലോസഫി, തത്വദർശനം ആയിട്ട് അവതരിപ്പിച്ചു. അതിലെ നിരവധി ഗ്രന്ഥങ്ങൾ ഇന്ന് പ്രസിദ്ധീകൃതമാണ്. ഒന്ന് വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ. ലോകത്തിന് ഒരു എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം മനുഷ്യബോധത്തെ ഏകീകരിക്കുന്നതായിരിക്കണം, വിഭജിക്കുന്നതായിരിക്കരുത്, ശിഥിലീകരിക്കുന്നതായിരിക്കരുത്. ആ ഏകീകരിക്കുന്ന വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം. അത് വെച്ചുകൊണ്ടാണ് നടരാജ ഗുരു എഴുതിയ വിദ്യാഭ്യാസത്തിന് ഒരു മാർഗരേഖ എന്ന രീതിയിൽ മലയാളത്തിൽ അതൊന്ന് പ്രസിദ്ധീകൃതമാണ്. അതൊക്കെ നമ്മൾ വായിക്കേണ്ടതാണ്. കാരണം ഇന്ന് അത്രയും ശാസ്ത്രീയതയും ചിന്തോദ്ദീപകവുമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കിട്ടുന്നത് തന്നെ അപൂർവമാണ്. നമ്മൾ ഗുരുദേവനെ കുറിച്ച് പലപ്പോഴും പഠിക്കുന്നത് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മൾ കൊല്ലങ്ങളായിട്ട് പഠിക്കുന്നത് ഈ ഗുരുദേവൻ നടത്തിയ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയും ജാതി നീച വിവേചനങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അപ്പുറത്ത് ലോകം ഒന്നിക്കാനുള്ള സാധ്യതകളെ ആരായുകയും അതിനുള്ള തത്വദർശനത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മത വിവേചനത്തിനൊക്കെ അതീതമായിട്ട് മനുഷ്യൻ ഒന്നിക്കുക, അല്ലാതെ ഭിന്നിപ്പിക്കുന്ന സ്വരങ്ങൾ ഒരിക്കലും ശ്രീനാരായണ ഗുരുവിന്റെ വക്താക്കളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ഒരു ഒരു മതത്തിലെ ആളുകൾ മോശക്കാരെന്നോ അല്ലെങ്കിൽ ജാതി ഇല്ല എന്ന് ഗുരു സ്ഥാപിച്ചിട്ടും നമ്മൾ ഇപ്പോഴും ജാതിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ജാതി ഇല്ല. ജാതി എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാത്ത ഒന്നാണ്. മനുഷ്യജാതി ഒന്നേ ഉള്ളൂ. അതിനുള്ളിൽ വരുന്ന ഈ ആവാന്തര ജാതികളെല്ലാം മനോകൽപ്പിതങ്ങളാണ്. അതിനൊരു അടിസ്ഥാനവുമില്ല എന്ന് ഗുരു പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും നമ്മളിപ്പോഴും ജാതി ചിന്തയുടെ ലോകത്ത് സംസ്കരിക്കപ്പെടാതെ കിടക്കുന്ന ജീനുകളാണ്. അതൊക്കെ മാറ്റേണ്ട കാലമായി. നടരാജ ഗുരു അത്തരത്തിലൊരു എഡ്യൂക്കേഷൻ മനുഷ്യന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ എന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഗുരുദർശനത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് അത്തരം ഗ്രന്ഥങ്ങളാണ്. പിന്നെ ഗുരുവിന്റെ വേറെ ഒരു വൺ വേൾഡ് സർക്കാർ, അതായത് ഏകലോക സർക്കാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എങ്ങനെ ഒരു ഏകലോക സർക്കാർ സൃഷ്ടിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്, അന്വേഷണമാണത്. അതുപോലെ ടുവേർഡ്സ് എ വൺ വേൾഡ് ഇക്കണോമിക്സ്, എങ്ങനെയാണ് ഒരു സാമ്പത്തിക ശാസ്ത്രം, ഏകലോക ജീവിതത്തിന് ഇണങ്ങുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രത്തെ വികസിപ്പിച്ചെടുക്കുക. ഇതൊക്കെ നടരാജ ഗുരുദേവന്റെ കൃതികളിൽ നിന്ന് പഠിച്ചെടുത്ത, മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെ വളരെ സയന്റിഫിക് ആയിട്ട് അവതരിപ്പിക്കുന്നതാണ്, പ്രസന്റ് ചെയ്യുന്നതാണ്. സാധാരണക്കാർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ടാകുമെങ്കിലും നമ്മൾക്ക് ഗുരുവിനെ മനസ്സിലാക്കാനും ഗുരുവിനെ ലോകത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും ഈ അറിവ് ആവശ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ കരുതുന്നത് പോലെ നമ്മളുടെ ഈ കഥ പറച്ചിലൊന്നുമല്ല ആളുകൾക്ക് ആവശ്യം. പലയിടത്തും ഗുരുവിന്റെ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ കഥകൾക്ക് പിന്നിലിരിക്കുന്ന ദർശനം പറയാൻ ആരുമില്ലെന്ന്. ദാർശനികമാണ് ജീവിതം. മനുഷ്യന് ഉൾക്കാഴ്ചകളുണ്ട്. ഈ ലോകം എങ്ങനെ ഒന്നിക്കണം, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ മാനവരാശിയുടെ ലക്ഷ്യം, മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത്, മനുഷ്യന്റെ ഉദ്ദേശം എന്താണ്, ശാസ്ത്രം ഗുണകരമാണോ ദോഷമാണോ, ഈ ആധുനിക കാലത്ത് ഉണ്ടായിട്ടുള്ള നിർമ്മിത ബുദ്ധി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാനവരാശിക്ക് ഭവിഷ്യത്തുണ്ടാക്കുന്നതാണോ, ഇത്തരം ചർച്ചകളൊന്നും നമ്മൾ നടത്തുന്നില്ല.
നമ്മൾ ഇപ്പോഴും പഴയ ഏതോ യുഗത്തിലെ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കിയിരിക്കുന്ന ഒരു ലോകത്താണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അധ്യാത്മമായ കാര്യങ്ങൾ മുതൽ മനഃശാസ്ത്രത്തിലൂടെ, തത്വചിന്തയിലൂടെ, ആധുനിക ശാസ്ത്രത്തിലൂടെ, അതുപോലെ ടെക്നോളജിയിലൂടെ, ഗുരു തന്നെ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് അതെല്ലാം. ടെക്നോളജിയുടെ സയന്റിഫിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ ജീവിതത്തെ എങ്ങനെ സമഗ്രമായി സമീപിക്കണം, ഹോളിസ്റ്റിക് ആയിട്ട് സമീപിക്കണം എന്നതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഈ ചിന്തകൾക്കെല്ലാം ബീജാവാപം ചെയ്ത ഗുരുദേവന്, ഈ ഗുരുദേവ ദർശനത്തെ കുറച്ചും കൂടി വിപുലീകരിച്ച നടരാജഗുരുവിന്റെ പരമ്പരയായിട്ടുള്ള നാരായണ ഗുരുകുലത്തിനൊക്കെ മനുഷ്യ മനസ്സിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ദർശനമുണ്ട്. ആ ദർശനം ഏകതയുടേതാണ്. ഏകതയുടെ ദർശനമാണ് ഏകലോക ദർശനം എന്ന് പറയുന്നത്. ഈ ഏകതയുടെ ദർശനം ഒരാളിലേക്ക് സ്വാംശീകരിക്കണമെങ്കിൽ, നമ്മളിൽ ഒരു ഏകലോക ദർശനം ഉണ്ടാകണമെങ്കിൽ നമ്മളിലെ വിഭാഗീയതയും നമ്മളിലെ ഭേദബുദ്ധിയൊക്കെ പോണം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം എന്ന് പറയുന്നത് അധ്യാത്മമാണ്. അത്തരത്തിൽ സ്പിരിച്വലി ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള, അധ്യാത്മമായി പരിവർത്തിതമായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുള്ളൂ. മനുഷ്യന്റെ ഇടയിലുള്ള വിഭജനങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഒരു സഹോദര മനുഷ്യനെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പുൽകാൻ കഴിയുകയുള്ളൂ. ഒരു സഹോദര ജീവിയെയും, ഞാൻ സഹോദര ജീവി എന്ന് പറയാൻ കാരണം ഗുരു തന്നെ പറയുന്നുണ്ട്, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം. ഇത് ഓർക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഗുരു ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ഒരു സഹോദര ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മനുഷ്യ സാഹോദര്യത്തെ കുറിച്ച് മാത്രം പഠിച്ചിട്ടുള്ള നമുക്ക് ഉറുമ്പിന്റെയും സാഹോദര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിരവധി മനീഷികൾ ഈ ലോകത്ത് മറ്റു ജീവജാലങ്ങൾക്കും നമ്മളുടെ അത്ര വിലയുള്ളതായിട്ട് കൽപ്പിച്ച് ജീവിച്ച മനുഷ്യരുണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ. നാരായണ ഗുരുദേവൻ ആധുനിക കാലത്ത് അത്തരത്തിൽ മറ്റു ജീവജാലങ്ങളും നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു മഹാത്മാവാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോകത്ത് ഗുരുവിന്റെ ദർശനത്തിന്റെ ആ വ്യാപ്തിയും മഹിമയും ഒക്കെ നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഗുരുദേവ കൃതികളെ തന്നെ ആശ്രയിക്കണം. ഗുരുദേവ കൃതികളാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂലഗ്രന്ഥം എന്ന് പറയുന്നത്. ദർശനമാല, ആത്മോപദേശ ശതകം, ബ്രഹ്മവിദ്യാപഞ്ചകം, വേദാന്ത സൂത്രം, അറിവ്, അദ്വൈത ദീപിക, ഇതൊക്കെ തനി സ്പിരിച്വൽ ആണെന്നൊന്നും വിചാരിക്കേണ്ട. ആത്മോപദേശ ശതകത്തിൽ തന്നെ ഗുരു പറയുന്നുണ്ട്, പ്രിയം അപരന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം, അതിനാലെ നരന്നു നന്മ നൽകും ക്രിയ, അപരപ്രിയ ഹേതുവായി വരേണം. ഇത് വലിയ മനോഹരമായ ഒരു ഉപദേശമാണത്. ക്രിസ്തുവിന്റെ വചനങ്ങളില് നമ്മൾ ഒരിടത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളോട് വേറൊരാൾ എങ്ങനെ പെരുമാറരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അതുപോലെ വേറൊരാളോടും നമ്മൾ പെരുമാറരുത്. ഇതൊരു ബിഹേവിയർ എത്തിക്സിനെ കുറിച്ചാണ്, ബിഹേവിയറൽ എത്തിക്സിനെ കുറിച്ചാണ് ഗുരു പറയുന്നത്. നമ്മുടെ പെരുമാറ്റത്തില് ഒരു ധാർമ്മികത, ഒരു മൂല്യം തിരിച്ചറിയണമെങ്കിൽ ആര് നമ്മളോട് ഇന്ന പ്രകാരത്തിൽ പെരുമാറിയാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലയോ അതേ പ്രകാരം നമ്മൾ വേറൊരാളോടും പെരുമാറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ദാർശനിക ബോധം നമുക്കുണ്ടായിരിക്കണം. തിരിച്ചറിവാണത് ശരിക്കും എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ തിരിച്ചറിയണം, നമ്മളെ ഒരാൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മളും വേറൊരാളെ അധിക്ഷേപിക്കാൻ പാടില്ല. അതാണ് ഗുരു ഇവിടെ പറയുന്നത്, പ്രിയം അപരന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. ഇങ്ങനെയാണ് ഒരു ധാർമ്മിക സദാചാര മൂല്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ കാണാൻ കഴിയുകയാണെങ്കിൽ ഈ ലോകത്തിനിടയിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വേറൊരു മനുഷ്യന്റെ മതത്തെ നിന്ദിക്കുകയോ വേറൊരു മനുഷ്യന്റെ ചിന്താഗതിയെ നിന്ദിക്കാൻ പാടില്ല. പകരം എന്താ വേണ്ടത്? പകരം അവന് അവന്റെ ചിന്തകളില് ഈ ലോകത്തിലെ
സർവസമാശ്ലേഷിയായ ഒരു വീക്ഷണത്തെ ഹൃദയപൂർവ്വം പങ്കുവെക്കാൻ പറ്റും. അതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ലാതെ വാദിച്ചോ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വാദിച്ച് ജയിക്കാനോ ഉള്ള ആ ആ ഉത്കണ്ഠ നമ്മളിൽ നിന്ന് മാറണം. നമുക്ക് വേറൊരാളെ തോൽപ്പിക്കണം, അവൻ പറയുന്നത് വികലമാണ് എന്നൊക്കെ സ്ഥാപിക്കുക എന്നല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അവന്റെ ഹൃദയത്തെ നമ്മളോട് ചേർക്കണം. അപ്പൊ അവനോട് നമ്മൾ പെരുമാറുന്നത് എപ്പോഴും വേറൊരുവൻ എന്ന ഭാവത്തിലായിരിക്കരുത്. ആ വേറൊരുവൻ എന്ന ഭാവമാണ് വാസ്തവത്തില് പലരിലും ആദ്യം മുഴച്ചു നിൽക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികളിലും മതത്തിലൊക്കെ വളരെ ശക്തമാണത്. നോക്കൂ, ലോകത്തിലെ മനോഹരമായ ഒരു പ്രത്യയശാസ്ത്രമാണല്ലോ കമ്മ്യൂണിസം. പക്ഷെ കമ്മ്യൂണിസം എന്നത് ഒരു സങ്കല്പത്തിന്റെ പൂർത്തീകരണത്തിന്റെ സ്വപ്നമാണത്. ശരിക്കും ആ സ്വപ്നത്തിലേക്ക് പോകുന്ന മനുഷ്യരെല്ലാവരും ശത്രുക്കളെയാണ്, വർഗശത്രുക്കളെ സൃഷ്ടിച്ചിട്ടാണ് പോകുന്നത്. വർഗശത്രു എന്ന് പറയുന്നത് തന്നെ ഗുരുദേവന്റെ ദർശനത്തിന് ചേരാത്തതാണ്. ഗുരുദേവ ദർശനത്തിൽ വർഗശത്രു ഇല്ല. ആരും ഒരു ശത്രുവും ഇല്ല. നമുക്ക് എല്ലാവരും മിത്രങ്ങളാണ്. ആത്മസഹോദരർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ഇല്ല എന്നാണ് അർത്ഥം. ശത്രുവിനെ സൃഷ്ടിക്കരുത്, ക്രിയേറ്റ് ചെയ്യരുത്. നമുക്കൊരു ആശയം നമ്മളോട് വിപരീതമായി ഒരാൾ എടുക്കുമ്പോൾ ആളെ ശത്രുവായിട്ട് കാണരുത്. പകരം അയാളുടെ ചിന്താധാരയില് എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതാണ്. പെട്ടെന്ന് ഒരാളെ കയറി തിരുത്താനും പറ്റില്ല. അപ്പൊ അതിന് പകരം അയാളെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും വാത്സല്യം കൊണ്ടും ഒക്കെ പഠിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് ആദ്യം. ഇത് ഗുരുവിന്റെ രീതികളായിരുന്നു. നമുക്ക് നിരവധി സന്ദർഭങ്ങളിൽ അത് കാണാൻ പറ്റിയിട്ടുണ്ട്. നാരായണ ഗുരുദേവൻ അടുത്തു വരുന്ന ഓരോരുത്തരോടും, ക്രിസ്തുമതത്തിനോടും ഹിന്ദുമതക്കാരോടും ഇസ്ലാം മതക്കാരോടും ഒക്കെ പെരുമാറിയിരുന്ന രീതികള് വളരെ ഹൃദ്യമായതായിരുന്നു. ആ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് തന്നെ അവരടുക്കുന്നു. നമ്മൾ ഗുരു പറയുന്നതില് നാം ആരെയും അടിച്ച് പുറത്താക്കാറില്ല, അടിച്ചകത്താക്കാറേ ഉള്ളൂ എന്നൊരു പ്രയോഗം പാതിരിമാര് ഗുരുവിനെ പഠിപ്പിക്കാൻ വന്നപ്പോ ഗുരു പറയുകയുണ്ടായി. അവര് പറഞ്ഞു, ഗുരു ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും, ഗുരു ഞങ്ങളെ അടിച്ച് പുറത്താക്കിയാലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞപ്പോ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, നാം ആരെയും അടിച്ചു പുറത്താക്കാറില്ല, അടിച്ചകത്താക്കാറേ ഉള്ളൂ എന്ന്. അകത്താക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർക്കുക എന്ന അർത്ഥത്തിലാണ്. അത് ഏകലോക ബോധത്തിന്റെ, ലോകം ഒന്നായി കാണുന്നതിന്റെ ഒരു അടിസ്ഥാന തലമാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അപ്പോ നടരാജ ഗുരു ഇതങ്ങ് ഈ ഏകലോക ദർശനത്തെ വികസിപ്പിച്ചെടുത്ത് ഗുരുദേവ കൃതികൾക്ക് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി ഇരിക്കുന്ന കാലത്താണ് അമേരിക്കയിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തുന്നത്. നടരാജ ഗുരു ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് കപ്പൽ യാത്ര നടത്തുക. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. 1945 ആയിരുന്നു 2ാം ലോക മഹായുദ്ധം അവസാനിച്ചത്. 1948 നടരാജ ഗുരു അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പൊ 48 അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന കപ്പലില് കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ് അവിടേക്ക് എത്തുള്ളൂ. അത്രയും യാത്രകളാണ്. ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലൊന്നല്ല യാത്ര, കപ്പലുകളിലാണ്. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കപ്പലില് ഒരു സ്മോക്കേഴ്സ് റൂമുണ്ട്. ആ സ്മോക്കേഴ്സ് റൂമിന്റെ അടുത്ത് എത്തിയപ്പോ കൗതുകത്തോടെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഗുരു നോക്കിയപ്പോ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ നടരാജ ഗുരുവിന്റെ താടിയും മുടിയൊക്കെ നീണ്ട രൂപം കണ്ടിട്ട് കൗതുകം കൊണ്ട് ഇദ്ദേഹം ഒരു പൗരസ്ത്യ ഗുരുവാണെന്നുള്ള തോന്നലുളവാക്കിയത് കൊണ്ട് അയാൾ വന്നിട്ട് നടരാജ ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന്. ഒരു മനുഷ്യൻ വന്നിട്ട് നടരാജ ഗുരുവിനോട് ചോദിക്കാണ്, എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന്. അപ്പൊ നടരാജ ഗുരു അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ സ്വയം ഭ്രാന്തുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നത് എനിക്ക് കൗതുകമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നടരാജ ഗുരുവിനോട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പറയുന്നു ഞാനൊരു ഭ്രാന്തനാണെന്ന്. അപ്പോ ആളുകൾ അങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ. എന്തായിരിക്കുക കാരണമെന്ന് നടരാജ ഗുരു അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ലോകം ഒന്നായിട്ട് കാണുകയാണ്.
ഒന്നായിട്ട് അറിയാണ്. ഞാൻ കരുതുന്നത് ഈ ലോകം പലതല്ല, ഈ ലോകം ഒന്നാണെന്നാണ്. ഈ ലോകത്തുള്ള എല്ലാവരും സഹോദരങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു രാഷ്ട്രം വേണ്ട. എല്ലാ രാഷ്ട്രത്തിൻ്റെയും പൗരന്മാരുടെ, എല്ലാ രാഷ്ട്രത്തിലെ പൗരന്മാരെ ഒരു ഏകലോക പൗരനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ലോകം ഒന്നേ ഉള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ പറയും നിനക്ക് ഭ്രാന്താണ്. അതുകൊണ്ട് ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം അമേരിക്കക്കാരനായ ഒരാളാണ്. അമേരിക്കക്കാരനായ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി. അദ്ദേഹം 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ പറത്തിയ ഒരു പൈലറ്റാണ് അദ്ദേഹം. ബോംബ് വർഷിക്കുന്ന വിമാനങ്ങൾ ജർമ്മനിയിൽ കൊണ്ടുപോയിട്ട് വർഷിച്ച് അവിടെ ബോംബ് വീഴുമ്പോൾ നിലത്ത് പതിക്കുന്ന സമയത്ത് തകർന്നു തരിപ്പണമാകുന്ന കെട്ടിടങ്ങളും മുറിവേൽക്കപ്പെടുന്ന കുട്ടികളടക്കമുള്ള മനുഷ്യരെയും അദ്ദേഹം നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് ഈ ക്രൂരത സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അദ്ദേഹം അമേരിക്കയിൽ പോയി മിലിറ്ററിയിൽ നിന്ന് രാജിവെക്കുകയും ഞാൻ ഒരു രാഷ്ട്രത്തിന്റെ പൗരനല്ല, ലോകത്തിന്റെ പൗരനാണെന്ന് വിളിച്ചു പറയുകയും അദ്ദേഹം ഫ്രാൻസിലേക്ക് കപ്പൽ കയറിയിട്ട് അവിടെ UN-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജനീവയുടെ മുന്നിൽ വന്ന് അദ്ദേഹം സ്വന്തം പാസ്പോർട്ട് കീറിക്കളയുകയും ഞാനൊരു ഏകലോക പൗരനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഗാരി ഡേവിസ് എന്നാണ്. ഈ ഗാരി ഡേവിസ് ഏകലോക പൗരനായിട്ട് സ്വയം പ്രഖ്യാപിച്ച ഈ ഗാരി ഡേവിസ് ഫ്രാൻസില് താമസിക്കുന്നിടത്ത് ഒരു പാസ്പോർട്ട് പോലും ഇല്ലാതെ ഫ്രാൻസിൽ താമസിച്ചപ്പോ അവിടുത്തെ പോലീസുകാര് പിടിച്ചു അദ്ദേഹത്തെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം രാഷ്ട്രം അമേരിക്കയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറ്റി വിടുകയാണ്, അയക്കുകയാണ് പുള്ളിനെ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അദ്ദേഹത്തിനെയാണ് നടരാജഗുരു കണ്ടുമുട്ടിയത്. അപ്പൊ നടരാജഗുരു പറഞ്ഞു, ലോകം ഏകമാണെന്ന് താങ്കൾ പറയുന്നത് കൊണ്ട് താങ്കളെ ഒരു ഭ്രാന്തനാണെന്നാണ് എല്ലാവരും വിളിക്കുന്നതെങ്കിൽ ഞാനും ഒരു ഭ്രാന്തനാണ് എന്ന് നടരാജഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞു. ഞാനും ഒരു ഭ്രാന്തനാണ്, എൻ്റെ ഗുരുവും ഒരു ഭ്രാന്തനാണ്. ഗുരു ആരെന്ന് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗുരുദേവനാണ്. ഞാനും ഭ്രാന്തനാണ്, എൻ്റെ ഗുരുവും ഭ്രാന്തനാണ്. ലോകം ഒന്നാണെന്ന് വിളിച്ചു പറഞ്ഞ എൻ്റെ ഗുരുവിൻ്റെ ശബ്ദത്തെ ലോകത്തെ കേൾപ്പിക്കാനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് താങ്കൾ ലോകം ഒന്നാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആരും കേൾക്കാതിരുന്നതിന്റെ പിന്നില് ഒരു രഹസ്യമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളെ ഭ്രാന്തനെന്ന് മുദ്ര കുത്താൻ കാരണം നിങ്ങൾ ലോകം ഏകമാണെന്ന് പറയുമ്പോൾ അതിന് യുക്തിയുക്തമായി ശാസ്ത്രഭാഷയിൽ ലോകത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഒരു തത്വചിന്തയായി തത്വദർശനമായിട്ട് അവതരിപ്പിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ലോകമേകമാണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനം പഠിക്കുകയും അത് ലോകത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ഒരു ഭ്രാന്തനെന്ന് മുദ്ര കുത്തപ്പെടാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം നടരാജഗുരുവിന്റെ ശിഷ്യനായിട്ട് മാറുകയാണ് ഈ ഗാരി ഡേവിസ്. ഗാരി ഡേവിസ് പിന്നെ അമേരിക്കയിൽ നടരാജഗുരു എത്തി. അമേരിക്കയില് ന്യൂജേഴ്സി എന്ന സ്ഥലത്ത് വെച്ചിട്ട് അമേരിക്കൻ പൗരനായിട്ടുള്ള ഹാരി ജേക്കബ്സൺ എന്ന ഒരു വ്യക്തി, അദ്ദേഹം നടരാജഗുരുവിന്റെ ശിഷ്യനായി ന്യൂജേഴ്സി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗുരുകുലം സ്ഥാപിച്ചു. ഈ ഹാരി ജേക്കബ്സൺ സ്വന്തമായിട്ട് വാങ്ങിയ സ്ഥലത്ത് ഒരു ഗുരുകുലം, നാരായണ ഗുരുകുലം സ്ഥാപിച്ചു. നോക്കൂ, നടരാജഗുരുവിനെ പോലുള്ളൊരു ശിഷ്യൻ ആ കാലത്ത് നടത്തിയ ശ്രമങ്ങളും അതിന്റെ ഫലങ്ങളൊക്കെ ആയിട്ട് എന്തുകൊണ്ട് പാശ്ചാത്യര് ഗുരുദേവന്റെ ദർശനം ഇഷ്ടപ്പെട്ടു? ഗുരുദേവൻ ഒരു പ്രത്യേക മതം സ്ഥാപിച്ചത് കൊണ്ടാണോ? ഗുരുദേവൻ എന്തെങ്കിലും തരത്തില് വിഭാഗീയത ഉണ്ടാക്കിയത് കൊണ്ടാണോ? അങ്ങനെയല്ല. മനുഷ്യരെല്ലാം സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുക. സ്വതന്ത്രമായ മതത്തിന്റെ കടുത്ത പിടികളിൽ നിന്നും, മതം സൃഷ്ടിച്ചിട്ടുള്ള കരാളമായിട്ടുള്ള
ആ പീഡനങ്ങളിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിരവധി മനുഷ്യരുണ്ടായിരുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള മതമൂല്യങ്ങൾ ഗുരു പറഞ്ഞു തരുന്നുണ്ട്. പല മതസാരവും ഏകം എന്നു പാരാതെ ഉലകിൽ ഒരു ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം. ഇത്തരം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലെ മതങ്ങളുടെ സാരം ഏകമാണെന്നറിയണം. പല മതങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കുകയല്ല, ഏതെങ്കിലും മതം ശ്രേഷ്ഠമാണെന്ന് സ്ഥാപിക്കുകയല്ല ചെയ്യേണ്ടത്. മതങ്ങൾക്കെല്ലാം പിന്നില് മതങ്ങളുടെ സാരം ഏകമാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു നല്ല മനുഷ്യനാകാൻ കഴിയുള്ളൂ. ഗുരുവിന്റെ ചിന്തയില് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗുരു പറഞ്ഞല്ലോ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് നമ്മൾ ചോദിക്കും. അത് ആരാണ് നല്ല മനുഷ്യൻ? നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അത് ആ കൃപാലുവാണ് നല്ല മനുഷ്യൻ. അപരനു വേണ്ടി, അപരൻ എന്ന വാക്ക് ശ്രദ്ധേയമാണ്, പരനല്ല. അപരത്വം എന്ന് പറയുന്നത് ആത്മാവിൽ ഒന്നായിരിക്കുകയും ശരീരത്തിൽ വേറിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് അപരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആത്മാവിൽ അവർ വേറെയല്ല. അതുകൊണ്ട് അപരൻ എന്നത് വാക്കിന് വേറെ അല്ലാത്തവൻ എന്നാണ് അർത്ഥം. പരനല്ലാത്തവൻ എന്ന അർത്ഥമാണ് അപരൻ എന്ന വാക്കിനുള്ളത്. സാധാരണ അപരൻ എന്ന് പറയുന്നത് വേറെ ഒരാളെന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപരൻ എന്ന വാക്കിന് വേറെ അല്ലാത്തവനാണ്, പരനല്ലാത്തവനാണ് അപരൻ. അങ്ങനെ നോക്കുമ്പോ എങ്ങനെ പരനല്ലാത്തവൻ? ആത്മാവിൽ പരനല്ലാത്തവൻ, ആത്മാവിൽ പരനല്ലാത്തവൻ. അങ്ങനെ ആത്മാവിൽ പരനല്ലാത്ത വേറെ അല്ലാത്തവനെ വേണ്ടിയിട്ട് അഹർനിശം രാപ്പകലില്ലാതെ സദാ വേറൊരു മനുഷ്യന്റെ ദുഃഖത്തെ നിവാരണം ചെയ്യുവാനായിട്ട്, അവന്റെ ഹൃദയത്തെ വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് കരുണ കൊണ്ടും വെളിച്ചം കൊണ്ടും അറിവ് കൊണ്ടും അവനെ പ്രബുദ്ധമാക്കാനായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരാണ്? അദ്ദേഹം കരുണയുള്ളവനാണ്, അലിവുള്ളവനാണ്. അദ്ദേഹം കൃപാലുവാണ്. ആ കൃപാലുവാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ആ കൃപാലുത്വം മനുഷ്യ ഹൃദയത്തിൽ വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസമാണ് ഏകലോക വിദ്യാഭ്യാസം ആയിട്ട് നമ്മൾ എണ്ണേണ്ടതുള്ളത്, അറിയേണ്ടതുള്ളത്. ഈ ഏകലോക വിദ്യാഭ്യാസം ഗുരുദർശനത്തിന്റെ ഭാഗമാണ്. ഗുരുദർശനം പഠിക്കുമ്പോൾ ഏകലോക വിദ്യാഭ്യാസം പഠിക്കണം. എങ്കിലാണ് നമ്മൾ വിശാലമായ ഒരു ക്യാൻവാസിലാണ് ഗുരുദേവനെ പഠിക്കേണ്ടതുള്ളത്. സാധാരണ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ക്യാൻവാസിലല്ല ഗുരുദേവനെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഗുരുദേവന്റെ ദർശനം ലോകത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട്. വരാനിരിക്കുന്ന യുഗത്തിന്റെ പ്രവാചകൻ എന്ന് പോലും ചിലര് ഗുരുവിനെ പ്രകീർത്തിക്കുമ്പോൾ അത് ഏത് തരത്തിലെന്ന് വിശദീകരിക്കേണ്ടത് നമ്മളുടെ ആവശ്യകത കൂടിയാണ്. അപ്പോ ആധുനിക ശാസ്ത്രത്തിനും ആധുനിക ബുദ്ധിക്കും ആധുനിക ചിന്തയ്ക്കും തത്വചിന്തയ്ക്കും മനഃശാസ്ത്രത്തിനൊക്കെ ഇണങ്ങുന്ന വിധത്തില് നമ്മൾ കൂടുതൽ പഠിക്കുകയും ഗുരുദർശനത്തെ ആ പഠിച്ച അറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ശാസ്ത്രത്തിന്റെ ബോധത്തിലേക്ക് നമ്മൾ ആ ദർശനത്തെ പകർത്തിയിട്ട് ആ ഭാഷയിലൂടെയും പഠിക്കണം. അപ്പോ ആധുനിക യുഗം എന്ന് പറയുന്നത് ഒത്തിരി മാറിയിരിക്കുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകമല്ല എന്നുള്ളത്. കുട്ടികൾ ജനിച്ചു വരുമ്പോൾ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഒരു ലോകത്തേക്കാണ് വരുന്നത്. ഇന്ന് നിർമ്മിത ബുദ്ധി ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം. അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത കാര്യമാണ്. അത് ഈ കുട്ടികൾക്കൊക്കെ അറിയാം, നല്ലവണ്ണം അറിയാം. നമുക്കറിയില്ല പലതും. അപ്പോൾ നമ്മൾ പുതിയ ലോകത്തേക്ക് വരുമ്പോൾ, പുതിയ ജീവിതത്തെ കാണുമ്പോൾ, പുതിയ ഒരു വീക്ഷണത്തിലേക്ക് നമ്മളെയും പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന കാലം കടന്നിരിക്കുന്നു. ദേശീയതയുടെ സങ്കുചിതമായ വീക്ഷണങ്ങൾ, മതബോധത്തിന്റെ സങ്കുചിതമായ വീക്ഷണങ്ങൾ, പഴകിപ്പതിഞ്ഞ ജാതി ചിന്തകൾ, ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. പകരം ആത്മസാഹോദര്യത്തിന്റെ വിശാല ഭൂമികയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഗുരു അതാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചത്. വരാനിരിക്കുന്ന ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ലോകത്തിന്റെ ഏകതയെ സംബന്ധിക്കുന്ന ഒരു ദാർശനിക അടിത്തറ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരുവിനെ സമാശ്രയിച്ചുകൊണ്ട് ആ ഏകാത്മബോധത്തിന്റെ ദാർശനിക അടിത്തറ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കൂടുതൽ വിശാലമാക്കുക എന്ന് തന്നെ പറഞ്ഞാൽ ആ വിശാലമാക്കല് നമ്മുടെ അഹങ്കാരത്തെ നിരാകരിക്കൽ കൂടിയാണ്.
വ്യക്തിത്വത്തിന്റെ പരിമിതമായ അഹങ്കാരത്തെ നിരാകരിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന്റെ എക്സ്പാൻഷനാണ് ശരിക്കും ഏകലോകത്തിന്റെ സമാശ്ലേഷമായിട്ട്, എംബ്രേസിങ് ആയിട്ട്. ആ ഏകലോകത്തെ എങ്ങനെ നമ്മൾ സംശീകരിക്കും, അതിനെ ആശ്ലേഷിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരത്തെ നിരാകരിക്കുന്നതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിത്വ വികാസം ഉണ്ടാകും. ആ വ്യക്തിത്വ വികാസം ഒരു ഏകലോക മാനവനെ സൃഷ്ടിക്കുന്നതാണ്, ഒരു നവമാനവനെ സൃഷ്ടിക്കുന്നതാണ്, പുതിയ ഒരു മനുഷ്യൻ, പുതിയ ലോകത്തെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ. അത്തരം സാധ്യതകളിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാലം ആയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ ആ പഴകിയ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ പുതിയ ഒരു ലോകത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, ഉൾക്കൊള്ളുന്ന ലോകത്തിലേക്ക്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. മതങ്ങളും ദേശീയതകളും ഭാഷകളും ജാതീയതകളൊക്കെ തീർത്തിട്ടുള്ള ചെറിയ വേലിക്കെട്ടുകളുണ്ടല്ലോ, അത് എല്ലാം അനാവശ്യങ്ങളാണ്, ഒരിക്കലും മനുഷ്യന് ഉപകരിക്കുന്നതല്ല. അതൊക്കെ ഒരു കാലഘട്ടത്ത് ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, ഒരു ക്ലാനിഷ് ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതൊക്കെ വളർത്തിയെടുത്തിട്ടുള്ളത്. അത് ഒരർത്ഥത്തിൽ ഒരു കൂട്ടായ്മയുടെ ഒരു ഡിഫൻസീവ് മെക്കാനിസം എന്ന രീതിയിൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ള, പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ശാസ്ത്രം വികസിച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവനും ചുട്ടുഭസ്മമാക്കാൻ പോരുന്ന ആയുധ സംഭരണികൾ ഓരോ രാഷ്ട്രത്തിന്റെ കയ്യിലിരിക്കുന്നു. അവിടെ നമ്മൾ ആര് ശത്രു, ആര് മിത്രം, മരണം എല്ലാവർക്കും ഒരേപോലെ ഒരുമിച്ച് വരുന്നതാണ്. അമ്പും വില്ലിന്റെയും കാലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗുരുദർശനത്തിന്റെ സഹായത്തോടെ മനുഷ്യനെ ഏകലോക മാനവികതയിലേക്ക് വികസിപ്പിക്കുന്ന ആ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് പരിവർത്തിതമായിട്ട് തീരേണ്ടത് ഉണ്ട് എന്ന ഒരു സന്ദേശം ആണ് ഈ ലഘു സംഭാഷണത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇത് ഒരു ഇനീഷ്യേറ്റീവ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എല്ലാവരും ദാർശനികമായ ഗുരുവിന്റെ തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായിട്ട് ജീവിക്കാൻ കഴിയുന്നവരായിട്ട് തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. നമസ്തേ. ആർക്കെങ്കിലും സൗജിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തെ സംബന്ധിച്ച്? ഇല്ലെങ്കിൽ നമുക്ക്